ഓൾഡ് സീറോയിലുള്ള ഒരു കത്തോലിക്ക പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഞങ്ങൾ എത്തിച്ചേരുവാനുള്ള പ്രധാന കാരണം. ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചിത്രീകരണമാകാം ഏറ്റവും ആദ്യം നടക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. ഓൾഡ് സീറോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കത്തോലിക്ക ദേവാലയം നിലകൊള്ളുന്നത്. ഈ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഏതാനും ട്രൈബൽസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായി അപ്പത്താനി ട്രൈബൽസ് ആണ് ഇവിടെയുള്ളത്. ദേവാലയത്തിന്റെ മെയിൻ വാതിലിലൂടെ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അരുണാചൽ പ്രദേശ് ഇതുപോലെ മനോഹരമായ ദേവാലയം ഉണ്ട് എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് അഭിമാനമാണ്. നേരത്തെ ഞാൻ മുൻകൂട്ടിയുള്ള എന്റെ ധാരണകളെല്ലാം തെറ്റിക്കുന്നതായിരുന്നു ഇവിടുത്തെ ഓരോ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ കൊടിയ തണുപ്പ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ദേവാലയത്തിനുള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദേവാലയത്തിന്റെ അൾത്താര ഭാഗങ്ങളൊക്കെ മുളകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിലുള്ള ഇടഭാഗങ്ങൾ നന്നേ പാവപ്പെട്ട ആളുകളായതുകൊണ്ട് ഈ ദേവാലയത്തോട് അനുബന്ധിച്ച് ഒരു റിസോർട്ട് കൂടി ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്ക് യഥേഷ്ടം താമസിക്കുവാനും അവരിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ തുക കൊണ്ട് ദേവാലയത്തിന്റെ മെയിൻ്റനൻസുകളെല്ലാം പൂർത്തീകരിക്കുക എന്ന ഉദ്ദേശം കൂടി ഇടവക്കാർക്ക് ഈ ഒരു റിസോർട്ട് നിർമ്മിച്ചത് വഴിയായിട്ട് ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സീറോ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേരുവാനുള്ള പ്രധാന കാരണം ഈ ഇടവകയിൽപ്പെട്ട ട്രൈബൽസിന് വേണ്ടി ഏതാനും കാര്യങ്ങള് മിഷണറിമാരായ വൈദികര് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള കർഷക ദളം പോലെയുള്ള ഏതാനും പ്രസ്ഥാനങ്ങൾ ഈ വൈദികര് മൂലം ഈ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ട്രൈബൽസിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഏതാനും വിവരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളായതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഓർഗാനിക് ആയിട്ടുള്ള ഏതാനും കൃഷികൾ ചെയ്യുകയും അത് സങ്കീർണമായ രീതിയിലേക്ക് കൊണ്ടുവരികയും അതുവഴിയായിട്ട് ഒരു സാമൂഹിക മാനം ഇതിന് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയുള്ള വിവരണങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള മീറ്റിങ്ങുകളാണ് ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. പരമ്പരാഗത ട്രൈബൽസിന്റെ വേഷവിധാനങ്ങളോടുകൂടിയാണ് അവർ ഈ ഒരു കർഷക ദളം പോലെയുള്ള മീറ്റിങ്ങിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങൾ എത്തിച്ചേർന്ന ഈ ഒരു സമയത്ത് അവർക്ക് ഈ ഒരു കർഷക ദളം പോലെയുള്ള ഈ ഒരു പ്രസ്ഥാനത്തിൽ എന്തൊക്കെ വിഷമതകളാണ് ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള വിവരണങ്ങൾ വൈദികരോട് ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റിസോർട്ടിൽ നിന്നുള്ള ദേവാലയത്തിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ എന്റെ വീഡിയോയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. മീറ്റിംഗിന് ശേഷം ട്രൈബൽസിന്റെ തന്നെ പ്രത്യേക രീതിയിലുള്ള ഫുഡ് കഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് ഞങ്ങൾ പിൻവാങ്ങിയത്.